ഏവർക്കും ഒരിക്കൽ കൂടി പ്രിഫേസ് സ്റ്റഡിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സയൻസ് ക്വിസിൻ്റെ 5ാമത്തെ പാർട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ആസ്പിരിൻ എന്ന ഔഷധം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഇവരിൽ ആരാണ്? ആസ്പിരിൻ എന്ന ഔഷധം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഇവരിൽ ആരാണ്? ഉത്തരം ഫെലിക്സ് ഹോഫ്മാൻ. ഫെലിക്സ് ഹോഫ്മാൻ എന്ന ശാസ്ത്രജ്ഞനാണ് ആസ്പിരിൻ എന്ന ഔഷധം കണ്ടുപിടിച്ചത്. അടുത്ത ചോദ്യം ഇതാണ്: ആഹാരത്തിൽ ജീവകം A2വിൻ്റെ അഥവാ വൈറ്റമിൻ A2വിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു നേത്രരോഗത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ്. അടുത്ത ചോദ്യം ഇതാണ്: ഹോമിയോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇവരിൽ ആരാണ്? ഹോമിയോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇവരിൽ ആരാണ്? ഉത്തരം ഹാനിമാൻ. ഹോമിയോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹാനിമാൻ ആണ്. അടുത്ത ചോദ്യം ഇതാണ്: നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന അമ്ലം അഥവാ ആസിഡിൻ്റെ പേര് എന്താണ്? നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെ പേര് എന്താണ്? ഉത്തരം സിട്രിക് ആസിഡ്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന അമ്ലം അഥവാ ആസിഡിൻ്റെ പേരാണ് സിട്രിക് ആസിഡ്. അടുത്ത ചോദ്യം ഇതാണ്: ഏത് ലോഹമാണ് മനുഷ്യൻ ആദ്യം കണ്ടെത്തിയ ലോഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഏത് ലോഹമാണ് മനുഷ്യൻ ആദ്യം കണ്ടെത്തിയ ലോഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരം ചെമ്പ് അഥവാ കോപ്പർ. ചെമ്പ് എന്ന ലോഹമാണ് മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: പൈറോമീറ്റർ എന്ന ഉപകരണത്തിൻ്റെ ഉപയോഗം എന്താണ്? പൈറോമീറ്റർ എന്ന ഉപകരണത്തിൻ്റെ ഉപയോഗം എന്താണ്? ഉത്തരം ഉയർന്ന താപനില അളക്കുന്നതിന്. പൈറോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിക്കുന്നത് ഉയർന്ന താപനില അളക്കുന്നതിനാണ്. അടുത്ത ചോദ്യം ഇതാണ്: ജീവകം കെയുടെ അഥവാ വൈറ്റമിൻ കെയുടെ രാസനാമം എന്താണ്? ജീവകം കെയുടെ അഥവാ വൈറ്റമിൻ കെയുടെ രാസനാമം എന്താണ്? ഉത്തരം ഫില്ലോക്യുനോൺ. ജീവകം കെയുടെ അഥവാ വൈറ്റമിൻ കെയുടെ രാസനാമമാണ് ഫില്ലോക്യുനോൺ. അടുത്ത ചോദ്യം ഇതാണ്: സിൽവർ റവല്യൂഷൻ എന്ന വാക്ക് എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സിൽവർ റവല്യൂഷൻ എന്ന പദം എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം എഗ് അഥവാ മുട്ട. അടുത്ത ചോദ്യം ഇതാണ്: ലോകത്തിലെ ആദ്യത്തെ ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ച എരുമയുടെ പേര് എന്താണ്? ലോകത്തിലെ ആദ്യത്തെ ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ച എരുമയുടെ പേര് എന്താണ്? ഉത്തരം സംരൂപ. ലോകത്തിലെ ആദ്യത്തെ ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ച എരുമയുടെ പേരാണ് സംരൂപ. അടുത്ത ചോദ്യം ഇതാണ്: ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഭാരം എത്രയാണ്? ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഭാരം എത്രയാണ്? ഉത്തരം 1400 ഗ്രാം. ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഭാരമാണ് 1400 ഗ്രാം. അടുത്ത ചോദ്യം ഇതാണ്: നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ കിട്ടുന്ന വർണ്ണത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം പച്ച. നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ കിട്ടുന്ന വർണ്ണം അഥവാ കളറാണ് പച്ച. അടുത്ത ചോദ്യം ഇതാണ്: ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ഇവയിൽ ഏതാണ്? ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ഇവയിൽ ഏതാണ്? ഉത്തരം സീബം. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകമാണ് സീബം. അടുത്ത ചോദ്യം ഇതാണ്: ചന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ടത് എന്നാണ്? ചന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ടത് എന്നാണ്? ഉത്തരം 2008 ഒക്ടോബർ 22. 2008 ഒക്ടോബർ 22 ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: നീറ്റുകക്കയുടെ രാസനാമം ഇവയിൽ ഏതാണ്? നീറ്റുകക്കയുടെ രാസനാമം ഇവയിൽ ഏതാണ്? ഉത്തരം കാൽസ്യം ഓക്സൈഡ്. നീറ്റുകക്കയുടെ രാസനാമമാണ് കാൽസ്യം ഓക്സൈഡ്. അടുത്ത ചോദ്യം ഇതാണ്: ഇവയിൽ ഗാൽവനൈസേഷൻ എന്ന പ്രക്രിയ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ഇവയിൽ ഗാൽവനൈസേഷൻ എന്ന പ്രക്രിയ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം സിങ്ക്. സിങ്ക് എന്ന ലോഹമാണ് ഗാൽവനൈസേഷൻ എന്ന പ്രക്രിയ ചെയ്യുവാനായി ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: ഇവയിൽ കടലിൻ്റെ ആഴം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് എന്താണ്?
ഇവയിൽ കടലിൻ്റെ ആഴം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം എക്കോ സൗണ്ടർ. കടലിൻ്റെ ആഴം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് എക്കോ സൗണ്ടർ. അടുത്ത ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയിൽ മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന വസ്തു അറിയപ്പെടുന്നത് എന്ത് രാസനാമത്തിലാണ്? താഴെ പറയുന്നവയിൽ മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന വസ്തു അറിയപ്പെടുന്നത് ഏത് രാസനാമത്തിലാണ്? ഉത്തരം കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് എന്ന രാസനാമത്തിലാണ് മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന വസ്തു അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ പേര് എന്താണ്? ഉത്തരം ദുർഗ. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ പേരാണ് ദുർഗ. അടുത്ത ചോദ്യം ഇതാണ്. ഏതിൻ്റെ എല്ലാം സംയുക്തമാണ് അമോണിയ? ഏതിൻ്റെ എല്ലാം സംയുക്തമാണ് അഥവാ ഏതിൻ്റെ എല്ലാം കോമ്പൗണ്ടാണ് അമോണിയ? ഉത്തരം നൈട്രജൻ ഹൈഡ്രജൻ. നൈട്രജൻ്റെ ഹൈഡ്രജൻ്റെ സംയുക്തമാണ് അമോണിയ. അടുത്ത ചോദ്യം ഇതാണ്. എന്താണ് ഡാർട്ട് സിസ്റ്റം? എന്താണ് ഡാർട്ട് സിസ്റ്റം? ഉത്തരം സുനാമി മുന്നറിയിപ്പ് സംവിധാനം. അടുത്ത ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയിൽ ഓസോൺ പാളി കാണപ്പെടുന്നത് അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ്? താഴെ പറയുന്നവയിൽ ഓസോൺ പാളി കാണപ്പെടുന്നത് അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന പാളിയിലാണ് കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. സമുദ്രങ്ങളിൽ എണ്ണ കലർന്നുണ്ടാകുന്ന മലിനീകരണം തടയുവാൻ ഉപയോഗിക്കുന്ന ജനിതക ബാക്ടീരിയ ഏതാണ്? സമുദ്രങ്ങളിൽ എണ്ണ കലർന്നുണ്ടാകുന്ന മലിനീകരണം തടയുവാൻ ഉപയോഗിക്കുന്ന ജനിതക ബാക്ടീരിയ ഏതാണ്? ഉത്തരം സൂപ്പർ ബഗ്. സമുദ്രങ്ങളിൽ എണ്ണ കലർന്നുണ്ടാകുന്ന മലിനീകരണം തടയുവാൻ ഉപയോഗിക്കുന്ന ജനിതക ബാക്ടീരിയയാണ് സൂപ്പർ ബഗ്. അടുത്ത ചോദ്യം ഇതാണ്. ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ്? ഉത്തരം അന്റാർട്ടിക്ക. ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. അടുത്ത ചോദ്യം ഇതാണ്. താഴെ തന്നിരിക്കുന്നതിൽ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ഉത്തരം O ഗ്രൂപ്പ്. താഴെ തന്നിരിക്കുന്നതിൽ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. അടുത്ത ചോദ്യം ഇതാണ്. സ്പേസ് ഷട്ടിൽ കൊളംബിയ തകർന്ന് കൊല്ലപ്പെട്ട ഇന്ത്യൻ വംശജയുടെ പേര് എന്താണ്? ഉത്തരം കൽപ്പന ചൗള. അടുത്ത ചോദ്യം ഇതാണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ആക്രമിക്കുന്ന ശരീരകോശം ഇവയിൽ ഏതാണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ആക്രമിക്കുന്ന ശരീരകോശം ഇവയിൽ ഏതാണ്? ഉത്തരം ലിംഫോസൈറ്റ്. രക്തത്തിലെ ലിംഫോസൈറ്റുകളെയാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസുകൾ ആക്രമിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. ഗാർഹിക വൈദ്യുത ഉപയോഗം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഇവയിൽ ഏതാണ്? ഗാർഹിക വൈദ്യുത ഉപയോഗം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഇവയിൽ ഏതാണ്? ഉത്തരം കിലോ വാട്ട് അവർ. ഗാർഹിക വൈദ്യുത ഉപയോഗം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് കിലോ വാട്ട് അവർ. അടുത്ത ചോദ്യം ഇതാണ്. ഓറൽ പോളിയോ വാക്സിൻ ആദ്യമായി കണ്ടെത്തിയത് ഇവരിൽ ആരാണ്? ഓറൽ പോളിയോ വാക്സിൻ ആദ്യമായി കണ്ടെത്തിയത് ഇവരിൽ ആരാണ്? ഉത്തരം ആൽബർട്ട് സാബിൻ. ആൽബർട്ട് സാബിനാണ് ഓറൽ പോളിയോ വാക്സിൻ ആദ്യമായി കണ്ടെത്തിയത്. അടുത്ത ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയിൽ ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ്? താഴെ പറയുന്നവയിൽ ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ്? ഉത്തരം കോപ്പർ സൾഫേറ്റ് അഥവാ തുരിശ്. ഇവയിൽ ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്ന രാസവസ്തുവാണ് കോപ്പർ സൾഫേറ്റ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ സയൻസ് ക്വിസിൻ്റെ പാർട്ട് 5 വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. To fight, to die on, and this is my game to play, to claim a brand new name. Oh, and I ain't gonna lie to you,